ഞാൻ അവരുടെ ആളുകളുടെ അതിർത്തിയാണോ എന്നൊക്കെ സ്നേഹത്തോടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അത് ഇടതുപക്ഷത്തിന്റെയും ചില നേതാക്കൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് എനിക്ക് മറ്റൊന്നിലേക്ക് ചാടിപ്പോവാനുള്ള അതിർത്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. രണ്ടാമത്, മനസ്സുകൊണ്ട് 14 വയസ്സ് വരെ ഇപ്പൊ 62 വയസ്സ് വരെ ഞാനൊരു സ്വയംസേനാണ്. ആ സ്വയംസേനത്വത്തിൽ തന്നെ ഞാൻ ഉറച്ച് ജീവിക്കുന്ന ആളാണ്. എന്നെപ്പോലെ ഒരാൾക്ക് അതിൽ ചെന്നെത്തിയാൽ നിൽക്കാൻ എത്ര ദിവസം കഴിയും എന്നുള്ളതൊക്കെ എനിക്കറിയാം. ഞാൻ എല്ലാത്തിനും വ്യക്തമായ അഭിപ്രായം പറയുന്ന ആളാണ്. അതത് പറ്റൂലെന്നൊക്കെ ഉള്ള അറിയാം. രാഷ്ട്രീയ ബോധം എനിക്കുമുണ്ട്. പിന്നെ NDA സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികളോട് കാണിക്കുന്ന സമീപനം ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 300ഓളം സീറ്റ് BDS കൊടുത്ത് അവർക്ക് ജയിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് 4 സീറ്റ് എന്നുള്ള 1 ജയിച്ചു. പുഞ്ചക്കരി കോർപ്പറേഷനിൽ ഒരു സീറ്റ് തന്നു. 2400 വോട്ട് BJPക്ക് ഉണ്ടെങ്കിൽ അവിടെ 1035 വോട്ടായിട്ട് കുറയണം. എന്തിന്? വോട്ട് ഘടകകക്ഷികൾക്ക് ഇടാനുള്ള വൈമനസ്യം BJPക്ക് ഉണ്ട്. ആ വൈമനസ്യം എല്ലാ ഘടകകക്ഷികൾക്കും ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ആകെ കോർപ്പറേഷനിൽ കിട്ടിയ ഒരു സീറ്റാണ്. ആ സീറ്റ് പോലും ഈ 1500 വോട്ട് എവിടെ പോയി? അതുപോലെ തന്നെ എൻ്റെ അടുത്തിരിക്കുന്നത് കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ശ്യാം ലേജു. പൂവച്ചൽ ജില്ലാ ഡിവിഷനിലാണ് അയാൾ മത്സരിച്ചത്. 10,000 അടുത്തുള്ള വോട്ടുകൾ പിടിച്ചു. പക്ഷേ BJPക്ക് 800 വോട്ട് 850 കിട്ടിയ വാർഡുകളിലും ഇയാൾക്ക് 400 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 400 കോൺഗ്രസിനാണ് കിട്ടിയത്. ആ സമീപനം ഒരു തിരുത്തണം, അതിൽ സംശയമില്ല. അത് പ്രധാനമായിട്ട് ഞാൻ NDAയുടെ മീറ്റിംഗിൽ, ഉടനെ കൂടുന്ന മീറ്റിംഗിലും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം അവതരിപ്പിക്കും. പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ എഴുതിയെടുക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഇതാരോടും പറയാതെയാണ് ഇത് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പല ആളുകളുടെ ഇത് സംസാരിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചിട്ടുണ്ട്, തിരുവഞ്ചൂരിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം VD സതീശൻ്റെ ഒട്ടത്ത് നമ്മുടെ VSTPയുടെ പ്രതിനിധി സഭയ്ക്ക് ക്ഷണിക്കാൻ പോയപ്പോൾ അത് ഔദ്യോഗിക ഹൗസിലാണെന്ന് തോന്നുന്നു. ഒരു 4 മാസം മുമ്പേ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ പകരം തിരുവഞ്ചൂരിനെ വരാൻ പറഞ്ഞു. പക്ഷെ തിരുവഞ്ചൂർ വന്ന് എത്തിയില്ല. ഇങ്ങനെ അതിലെങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ഞാൻ പറഞ്ഞു അതിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അത് മാത്രമാണ് ഇതിൻ്റെ മൂലധനം. അപ്പോഴാണ് ഇന്ന് എന്നെ വിഷ്ണുപുരത്തിനെ ഇതിലെടുത്തു എന്നുള്ള വാർത്ത വന്നത്. അല്ല, ഞാൻ എന്നോട് ചോദിച്ച് സ്വാഭാവികമായിട്ട് സുഹൃത്തുക്കൾ ചോദിക്കുമല്ലോ, ഇങ്ങനെ നിങ്ങൾ നിൽക്കുന്നിടം എങ്ങനെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമല്ലോ. ആ ചോദ്യത്തിന് അത്ര സുഖമല്ല എന്ന് തന്നെ പറയണത്. ഇപ്പോഴും ഞാനത് പറയുന്നു, അത്ര സുഖമല്ല. ഒരു താങ്കളെ ഇപ്പോ NDAയുടെ ഭാഗമാണ്. NDAയുടെ ഭാഗമായിട്ട് ഇരിക്കുമ്പം അതിനകത്ത് താങ്കൾക്കുള്ള ഒരു അതൃപ്തി തൊട്ട് എതിർകക്ഷിയായിട്ടുള്ള UDF നേതാക്കളോട് പറയുന്ന ഒരു അസ്വാഭാവികതയില്ലേ? ഉണ്ട്. സുഹൃത്തുന്നല്ല കമ്മ്യൂണിസ്റ്റ് ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ട് എങ്ങനെ സുഖമാണോ പ്രവർത്തിയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും. പൊളിറ്റിക്കലായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കഷൻ നടക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല. ഈ വിഷയത്തിൽ ഡിസ്കഷൻ നടന്നിട്ടേ ഇല്ല. അല്ല, അതിലെ ഒരു കാര്യം ഞാൻ ഇപ്പൊ ചാനലിൽ കൂടി കണ്ടത്, നിങ്ങളുടെ ഏതൊരു ചാനലിലാണ് കണ്ടത്, ഇങ്ങനെ കത്ത് തന്നു, ഇങ്ങനെ അപേക്ഷ നൽകി, അതിന് പ്രകാരം ചർച്ച ചെയ്തു. അങ്ങനെ കേരളത്തിൽ ഞാൻ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുത്തേ. ഞാൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുത്തേ. CK ജോൺ NDAയിൽ നിന്നെയാണ് നേരത്തെ. അല്ലല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ രണ്ടും ഒരുപോലെ തന്നെ ഏകദേശം ഇതിലിരിക്കും പോലെ തന്നെ അതിലിരിക്കുന്നത്. പക്ഷെ ഇതില് എന്റെ വിഷയങ്ങള് രാജീവ് ചന്ദ്രശേഖർ ഒരു പരിധിവരെയൊക്കെ പരിഹരിച്ചിട്ടുണ്ട്, സംസാരിച്ച്. എന്റെ വിഷയങ്ങൾ ഇത്രയേ ഉള്ളൂ. അത് ഇതിൽ ചാനൽ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. NDAയിലും കേട്ടോട്ടെ. അവര് ഈ ഘടകകക്ഷികളെ ആ മുന്നണി മര്യാദ അനുസരിച്ച് മാനിക്കുന്നില്ല എന്നുള്ളത് എന്റെ ഭാഗത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ 3 മാസം മുമ്പ്.
തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് സജീവമായിട്ട് നമുക്ക് കുറച്ച് സീറ്റ് തന്നു. അതിൽ ഒരു ബ്ലോക്കും ഒരു വാർഡും ഒക്കെ ജയിച്ചു. അതിന് ഈ പരസ്പര ബന്ധമുള്ളവരാണ് കോൺഗ്രസ് നിൽക്കുന്ന എല്ലാ ആളുകളും. ഞാൻ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ കോൺഗ്രസ് അന്ന് ബെന്നി ബഹനാനാണെന്ന് തോന്നുന്നു, എൻ്റെ ഉണ്ട്, ഇവിടെ തന്നെ ഞാൻ വേണമെങ്കിൽ കത്തെടുത്ത് തരാം. ഈ കടകക്ഷിയാക്കാമെന്ന് പറഞ്ഞ് കത്ത് തന്നിട്ടുണ്ട് എനിക്ക് 10 വർഷം മുമ്പ്. അന്ന് നമ്മൾ ഇതിൽ കടകക്ഷി അല്ല. അന്ന് ഈ കാമരാജ് കോൺഗ്രസ് ഇടതുപക്ഷത്തിനെയാണ് നമ്മൾ സഹായിക്കുന്നത്. വൈക്കം വിശ്വനാണ് ഇത് ഉദ്ഘാടനം ചെയ്തതൊക്കെ.